നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുവാനും നിങ്ങളുമായിട്ട് സ്വല്പം സമ്പാദിക്കുവാനും ഇടവരുത്തിയ ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടന്നുകൊള്ളട്ടെ. ഈ സന്ധ്യാസമയത്ത് മാനവരാശി സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുവാൻ അല്ലെങ്കിൽ സന്ധ്യാസമയത്തേക്ക് അടുത്തു വന്നിരുന്നു. എല്ലാ ജനങ്ങളും ജീവജാലങ്ങളും പക്ഷി ലതാദികളും വൃക്ഷങ്ങളും എല്ലാം സന്ധ്യാസമയത്ത് തങ്ങൾ സൃഷ്ടാവിനെ സ്തുതിച്ച് കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ് നാം ഇന്ന് കാണുന്നത്. എന്നാൽ ജനങ്ങളെ സഹായിക്കുവാൻ, ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ നല്ലവരായ ആളുകൾ കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ 90% കൈക്കലാക്കുന്ന നീചന്മാരായ ആളുകൾ ഒരിക്കലും ശരിയാവത്തില്ല. ദൈവക്രോധം അവരുടെ മേൽ വരും. 90% അവർ കൊട്, 10% നീ ഇട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തരുന്നത്. നിനക്കും നിൻ്റെ കുടുംബത്തിനും അത് ദോഷമായി ഭവിക്കും എന്നുള്ളത് ബേബി മല്ലശ്ശേരി എന്ന ഞാൻ അസംയുക്തമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്. ഏത് പുരോഹിതനായാലും, ഏത് മതപണ്ഡിതനായാലും, ഏത് രാഷ്ട്രീയക്കാരനായാലും, ഏത് സാമൂഹിക സാംസ്കാരിക കർത്താവായാലും, പരിഷ്കർത്താവായാലും, ജനങ്ങൾ കൊടുക്കുന്ന തുക മറ്റുള്ളവർ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കൊടുക്കുന്ന പൈസ സ്വന്തം കീശയിലാക്കുന്ന ദുഷ്ടന്മാരായ ആളുകളെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ശിക്ഷ വിധിക്കാൻ പോകുന്നു. നിങ്ങളുടെ പ്രസ്ഥാനങ്ങൾ അടിച്ചുപൂട്ടാൻ പോകുന്നു. അതിനുള്ള ദൈവക്രോധം ജ്വലിക്കാൻ തുടങ്ങുന്നു. എത്രയും വേഗം രക്ഷപ്പെടുക. നിങ്ങൾ കിട്ടുന്ന സ്വത്തുക്കളിൽ അല്ലെങ്കിൽ ധനസഹായത്തിൽ അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സഹായങ്ങളിൽ 90% കൂടെ 10% നിങ്ങൾ എടുക്കുക. എങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അതല്ല എങ്കിൽ 90% നീ എടുത്തിട്ട് 10% കൊടുത്താൽ, കൊടുക്കാതിരുന്നാൽ യഹോവയുടെ ഉഗ്രകോപം, ജീവനുള്ള ദൈവത്തിൻ്റെ ഉഗ്രകോപം നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെയും നിൻ്റെ സംഘടനയും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് ബേബി മല്ലശ്ശേരി എന്ന് ഞാൻ തകർത്ത് വിശ്വാസത്തോടു കൂടി തീർത്ത് പറയുന്നു. താങ്ക് യു വെരി മച്ച്. എൻ്റെ പേര് ബേബി മല്ലശ്ശേരി, സാമൂഹ്യ പ്രവർത്തകൻ.